ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഏഷ്യയിൽ മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ്, ചൈനീസ്, ഹോങ്കോങ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം സൗത്ത് കൊറിയൻ മാർക്കറ്റ് ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിന് അവധിയായിരുന്നു. അതേസമയം യൂറോപ്പിൽ നല്ല സെല്ലിംഗ് പ്രഷറാണ് ഇന്നലെ കണ്ടത്. എല്ലാ ഇൻഡെക്സുകളും യൂറോപ്പിൽ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ടഗ് ഓഫ് വാർ ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അമേരിക്ക ഗ്രീൻലാൻഡിനെ ഇൻവേഡ് ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം യൂറോപ്യൻ കൺട്രികൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളൊരു നെർവസ്നെസ് മൂഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ കയ്യിൽ അറൗണ്ട് 10 ട്രില്യൺ വർത്ത് US സ്റ്റോക്കും അതുപോലെ തന്നെ US ട്രഷറിയൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ കൺട്രികൾ വലിയ രീതിയിലുള്ള എസ്കലേഷൻ യൂറോപ്യൻ യൂണിയനും US തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വലിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് ഹോൾഡിങ്സും അതുപോലെ തന്നെ ട്രഷറീസൊക്കെ ഒരു പക്ഷേ സെല്ലിംഗ് വന്നേക്കാം. ഇത് ഗ്ലോബൽ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള വോളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങൾ വളരെ നിർണായകമാണ്. അമേരിക്കയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും? യൂറോപ്യൻ യൂണിയൻ ഒപ്പോസ് ചെയ്യാണ് ഗ്രീൻലാൻഡിനെ ഇൻവേഡ് ചെയ്യുന്നതിൽ നിന്ന്. അമേരിക്ക ടഫായിട്ടാണ് ഇനി ആക്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫൈനാൻഷ്യൽ മാർക്കറ്റുകളിൽ വലിയ രീതിയിലുള്ള ഒരു വോളാറ്റിലിറ്റി ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഇത് തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ചും സിൽവറിനെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ഇന്നലെ സിൽവറും ഗോൾഡും പുതിയ റെക്കോർഡ് ഹൈ ചെയ്തതിന് ശേഷം വീണ്ടും സിൽവർ പുതിയ ക്ലോസിംഗ് ഹൈ ഒക്കെ രേഖപ്പെടുത്തിയിരുന്നു. റെക്കോർഡ് ഹൈ ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുള്ളത് $94.83 പെർ ഔൺസ് ആണ് സിൽവറിൻ്റെ കാര്യത്തിൽ. ഗോൾഡും ഇന്നലെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $4668 പെർ ഔൺസിനാണ്. ഒപ്പം സിൽവർ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $92.84 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമ്മോഡിറ്റികൾ നാച്ചുറൽ ഗ്യാസ് ആണ് ഇന്നലെ നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ളൊരു കമ്മോഡിറ്റി. അറൗണ്ട് 15% ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിൽ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നതും. ഒപ്പം ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ വീണ്ടും ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 90.97 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q3 റിസൾട്ടുകൾ, അതുപോലെ തന്നെ ഫെബ്രുവരി 1 വരാൻ പോകുന്ന യൂണിയൻ ബഡ്ജറ്റ്, ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, ഈ 3 ഇവൻറ്റുകളാണ് നമ്മളെ സംബന്ധിച്ച് മുന്നിലുള്ളത്. ഇന്നലെയൊക്കെ പുറത്തു വന്നിരിക്കുന്ന Q3 റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. Q3-ലെ ലേബർ കോഡ് 2025 ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ട്. ഇത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ പല കമ്പനികളും നല്ല റിസൾട്ടുകളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് PNB, ടെക് മഹീന്ദ്ര, ടാറ്റ ക്യാപിറ്റൽ, സിയാറ്റ് ലിമിറ്റഡ്, ഹാവൽസ് ഇന്ത്യ, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് Q3 റിസൾട്ടുകൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്ന് ധാരാളം Q3 റിസൾട്ടുകളുണ്ട്. AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, അതുപോലെ തന്നെ കാനറ റോബക്ക, AMC, സൈൻഡ്, DLM, ITC ഹോട്ടൽസ്, പേഴ്സിസ്റ്റന്റ് സിസ്റ്റംസ്, റാലീസ് ഇന്ത്യ, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, SRF, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഒന്ന് Q3 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഒപ്പം മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയും UAEയും തമ്മിൽ 10 ഡീലുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും UAEയും തമ്മിൽ ഡിഫൻസ് ഡീലും കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഡിഫൻസ് ഡീലിന് ശേഷം ഇന്ത്യയും UAEയും തമ്മിൽ ഡിഫൻസ് ഡീൽ സൈൻ ചെയ്ത് വളരെ പോസിറ്റീവാണ് ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഒപ്പം സ്പേസ് ഡീല്, ന്യൂക്ലിയർ രംഗത്തുള്ള ഡീല്, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് ഡീല്, ധാരാളം ഡീലുകൾ ഇന്ത്യയും UAEയും തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അറൗണ്ട് $100 ബില്യൺ ആണ് ഇന്ത്യയും UAEയും തമ്മിലുള്ള ട്രേഡ് വോളിയം നോക്കുകയാണെങ്കിൽ അത് $200 ബില്യൺ ആയിട്ട് ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ട് രാജ്യങ്ങളും. വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് തന്നെയാണ്. അതേസമയം മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ സൺഫാർമ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയൊരു ഫാർമസ്യൂട്ടിക്കൽ അക്വിസിഷൻ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. US ബേസ്ഡ് ഓർഗനൻ എന്ന് പറയുന്ന വുമൺസ് ഹെൽത്ത് കെയർ മെഡിസിൻസ്, അതുപോലെ തന്നെ ബയോസിമിലർ ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനീസ് ഇൻ ദ വേൾഡ് ആണ്. പക്ഷേ ഈ കമ്പനി ഡെറ്റ് കൂടുതലായിട്ട് വളരെയധികം ഫൈനാൻഷ്യൽ ഇഷ്യൂസ് സഫർ ചെയ്യുന്നുണ്ട്. ഈ കമ്പനീനെ ടേക്ക് ഓവർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സൺഫാർമ. 10 മുതൽ 14 ബില്യൺ
വരെ ഈ ഡീൽ സൈസ് വന്നേക്കാം. വലിയൊരു അക്വിസിഷനാണ്. എങ്ങനെയാണ് സൺഫാർമയുടെ സ്റ്റോക്ക് റിയാക്ട് ചെയ്യാൻ പോകുന്നുള്ള കാത്തിരുന്ന് കാണേണ്ടി വരും. മുമ്പൊക്കെ അക്വിസിഷൻ നടത്തിയിട്ടുണ്ട് സൺഫാർമ, ഇത്തരത്തിലുള്ള അക്വിസിഷൻസ്. പക്ഷേ കാര്യമായിട്ടുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ സൺഫാർമയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായിട്ടില്ല. ഈ ഡീലും അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഒരു പക്ഷേ നൽകാൻ പോകുന്നത്. അതോടൊപ്പം മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഓർഡർ ബാഗിങ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ നീരജ് സിമെൻറ്റ് സ്ട്രക്ചറൽസ് 230 കോടി രൂപ വരെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയിൽ നിന്നാണ്. എത്തോസ് ന്യൂ ബോട്ടിക് സ്റ്റോർ ചണ്ഡീഗഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാച്ചുകൾ വിൽക്കുന്ന, അതായത് ലക്ഷറി വാച്ചുകളുടെ ഒരു സെയിൽസ് നടത്തുന്ന ഒരു കമ്പനിയാണ് എത്തോസ്. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ ഒരു പക്ഷേ മുന്നേറിയേക്കാം. കാരണം ആൻറ്റിക് വാച്ചുകൾക്കൊക്കെ വലിയ വിലയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ. നവനീത് എഡ്യൂക്കേഷൻ UAE സബ്സിഡറി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ GMDC വലിയ രീതിയിലാണ് റയർ എർത്ത് മൈനിങ് പുഷ് ചെയ്യാൻ പോകുന്നത്. ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്ററിൻ്റെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്ടിവിറ്റീസിലാണ് GMDC ഏർപ്പെടാൻ പോകുന്നത്. തീർച്ചയായിട്ടും GMDCനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. വാരി എനർജീസ് 2 ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് 10-year ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിനാണ്. അഡിനോക്കിൻ്റെ UAEയിലുള്ള അഡിനോക്കിൻ്റെ സബ്സിഡറി ആയിട്ടാണ് ഇന്നലത്തെ ഇന്ത്യ UAE ഡീലിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം LIC ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ 2% സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. Q3 എൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ അവരുടെ ടോട്ടൽ സ്റ്റേക്ക് 6.7% മാറിയിരിക്കുകയാണ്. UPLൻ്റെ സബ്സിഡിയറിയുടെ IPOയ്ക്ക് വേണ്ടിയുള്ള ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് ഫയൽ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ UPLനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഇതൊക്കെയാണ് ഇന്നത്തെ പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു പുതിയ മെയിൻ ബോർഡ് IPO ഓപ്പൺ ആവുന്നുണ്ട്. ഷാഡോ ഫാക്സ് ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. ടെക് ഓറിയൻറ്റഡ് ലോജിസ്റ്റിക്സ് കമ്പനിയാണ്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിം വലിയ രീതിയിൽ കിട്ടാൻ സാധ്യമൊന്നുമില്ല. പക്ഷേ ഡെലിവറിയെ പോലെയുള്ള ഒരു ലിസ്റ്റിംഗ് വന്നേക്കാം. ലോങ് റണ്ണിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ മുന്നേറിയേക്കാം. കാരണം ന്യൂ ജനറേഷൻ കമ്പനികൾക്കൊക്കെ സർവീസ് ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഷാഡോ ഫാക്സ് ടെക്നോളജീസ് ലിമിറ്റഡ്. 124 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്ന ഇന്ന് ഓപ്പൺ ആവുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ലിസ്റ്റ് ചെയ്തിരുന്ന, നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഭാരത് കോക്കിംഗ് കോൾ അറൗണ്ട് 95% വരെ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുത്തിരുന്നു. ലിസ്റ്റിംഗ് ചെയ്ത ഇന്നലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ ആണ് ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. വീണ്ടും 15% കൂടി ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡിൻ്റെ ഇക്വിറ്റി ഓഫ്ലോഡ് ചെയ്യുന്നതാണ് കോൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ ഓഫ്ലോഡിങ് വന്നേക്കാം. എന്നിരുന്നാലും IPO മാർക്കറ്റിൽ നല്ല ഗെയിനാണ് ഈ IPO അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. നമ്മളെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന Q3 റിസൾട്ടുകൾ, അതുപോലെ തന്നെ യൂണിയൻ ബഡ്ജറ്റ് അനൗൺസ്മെൻറ്റുകൾ വരാൻ പോകുന്നത്, ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്. ഇന്ന് അമേരിക്കൻ മാർക്കറ്റ് വീണ്ടും ഓപ്പൺ ആവും. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിന് അവധിയായിരുന്നു. അവധിക്ക് ശേഷമുള്ള ഓപ്പണിങ്ങിൽ നല്ല വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം ധാരാളം Q4 റിസൾട്ട് അനൗൺസ്മെൻറ്റുകളും അമേരിക്കയിലും വരാനുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ തന്നെയാണ് മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കാൻ പോകുന്നത്. മേജർ ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്തിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് തന്നെയാണ്. അമേരിക്കൻ യൂറോപ്യൻ യൂണിയനും ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യാൻ പോകുന്നുള്ള കാര്യം, അതുപോലെ തന്നെ റഷ്യ, ഉക്രൈൻ, അതുപോലെ തന്നെ ഇറാൻ, US, ഈ ഇഷ്യൂസൊക്കെ വീണ്ടും വലിയ രീതിയിൽ ഫ്ലെയറപ്പ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നല്ല വൊളാറ്റിലിറ്റി ഒക്കെ നമ്മുടെ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ കണ്ടേക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ടെമ്പററി ബോട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു റീബൗണ്ട് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. എന്നിരുന്നാലും ഒരു കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതേസമയം അറ്റ് എവരി ഡിപ്പിൽ ഗോൾഡ് ബൈ ചെയ്യുന്നതായിരിക്കും. ഗോൾഡ് വീണ്ടും നല്ല രീതിയിൽ മുന്നേറിയേക്കാം. വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് സിൽവറിലും ബൈ ചെയ്യാം. സിൽവറും ഒരുപക്ഷെ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.